പക്ഷെ അതും കൊണ്ട് അവരങ്ങോട്ട് ദൈവത്തെ മതി പറഞ്ഞ് പാടി സ്തുതിച്ചപ്പോൾ എന്തു പറ്റി? ജനങ്ങൾ ഇളകി, കൂട്ടത്തിൽ ഭൂതങ്ങൾ ഇളകി, രോഗികൾ സൗഖ്യമായി, ജനങ്ങൾ അവരുടെ വലിയ വീടും വിട്ട്, പാരമ്പര്യവും വിട്ട്, വലിയ പള്ളികളും വിട്ട്, എല്ലാം വിട്ട് ഈ പായി വന്ന് കീറ്റപ്പായി വന്നിരുന്ന് ഇവിടെ വന്നിരുന്ന് അവരും കൂടെ ചേർന്ന് കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങി. എന്തായിരുന്നു? അവിടെ ഒരു ക്രമം ഉണ്ടായിരുന്നു. ശരിയാണോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ആ ക്രമം ഇല്ല. തുറന്നു പറയുക, അന്നൊരു തമ്പേറിലുണ്ടായിരുന്ന ക്രമം ഇന്ന് ഇതൊക്കെ വന്നിട്ടും ഇല്ല. മൊത്തത്തിലൊരു ബഹളമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ ബഹളമാണ് ആരാധനയെ നമ്മളങ്ങ് പറഞ്ഞു കിടക്കുന്നു. അല്ല അല്ല, ആരാധനയിൽ ബഹളമുണ്ട്, പക്ഷെ ബഹളമല്ല ആരാധന. ആരാധന നമ്മളെ ആവേശം കൊള്ളിക്കാനല്ല, ആരാധന ദൈവം ആസ്വദിക്കാനാണ്. നമ്മുടെ ആരാധന കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഹാ എൻ്റെ മക്കൾ എന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നത്, അയ്യോ എൻ്റെ മനസ്സ് തണുത്തു, എൻ്റെ മനസ്സ് കുളിരുന്നു, ഓ ഞാൻ എങ്ങനെ നീ അടങ്ങിയിരിക്കാൻ കഴിയും, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യട്ടെ, അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കട്ടെ, അവരെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങി വരും. നോഹയുടെ യാഗം ആ സുഗ്രാഹ്യമായ അതങ്ങോട്ട് മണത്തപ്പം ദൈവത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല, താൻ ഇറങ്ങി വന്നു, താൻ അവരെ അനുഗ്രഹിച്ചു, ഒരു അടയാളോടെ വെച്ചു. അതുപോലെ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ആരാധനയിൽ ദൈവം ഇറങ്ങി വരും. അവൻ വെളിപ്പെടും, അവൻ തന്നെ വെളിപ്പെടുത്തും. അവൻ വെളിപ്പെടുമ്പം അവിടെ പിന്നെ രോഗികൾ ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ ഭൂതങ്ങൾ ഇരിക്കാൻ പറ്റത്തില്ല, അവിടെ പിന്മാറ്റക്കാരനുണ്ടെങ്കിൽ അവൻ മുന്നിൽ വന്നവൻ വീണവൻ എന്ത് ചെയ്യും? ഏറ്റുപറഞ്ഞവൻ യഥാസ്ഥാനപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സഭയിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സഭയിൽ ഉണ്ടാകണം. ഓക്കെ, നിർത്തിയേക്കാം. ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ ആത്മാവ് കൊണ്ടുള്ള ആരാധന, പരിശുദ്ധാത്മാ സഹായത്തോടെ. 2, സത്യത്തിലെന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സത്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഇവള് പറയുന്നുണ്ട്, ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ഈ മലയിലാണ്, പക്ഷേ നിങ്ങൾ പറയുന്നു ആ മലയിലാണെന്ന്. അപ്പോഴാണ് യേശു പറയുന്നത്, എടി പെണെ ആ മലയല്ല ഈ മലയല്ല വിഷയം, അതല്ല ഇവിടെ വിഷയം. ഞങ്ങളുടെ അപ്പന്മാരെന്ന് പറയുന്നത് യഹൂദന്മാർ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മോശയും ന്യായപ്രമാണമൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാമായിരുന്നു സത്യദൈവം ആരാണെന്ന്. വി ന്യൂ ഹു വാസ് ദ റിയൽ ഗോഡ്. സത്യദൈവത്തെ, ഏക സത്യദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് ദ ഗോഡ് ഓഫ് യുവർ ഓൺ ഇമാജിനേഷൻ. നിങ്ങളൊരു കല്ലിനെ കണ്ടിട്ട് അത് ദൈവമാണെന്ന് പറയും, ഒരു മരത്തെ കണ്ടിട്ട് അത് ദൈവമാണെന്ന് പറയും, ഒരു കുന്ന് കണ്ടിട്ട് പറയും അവിടെ അത് ദൈവമെന്ന് പറയും. അങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചാണ് നിങ്ങൾ ഈ ആരാധിക്കുന്നത്. ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ വെളിപ്പാടുണ്ട്. ഐ ഹാവ് എ റിവലേറ്ററി നോളജ് ഓഫ് ഗോഡ്. അതാ പറഞ്ഞത്. ഞങ്ങളുടെ ആൾക്കാർക്ക്, എൻ്റെ പിതാക്കന്മാർക്ക്, ഞങ്ങൾക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതാണ് സത്യം. മനസ്സിലായോ? ഇന്നും നമുക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച്, അതോ നമ്മുടെ ഭാവനയിലുള്ളൊരു ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? യേശുവിൻ്റെ പടം നോക്കിയാൽ അറിയാം. ഈ പലയിടത്തും പോട്ടയിലെ യേശുവിനൊരു മുഖം, വേളാങ്കണ്ണിയിലെ യേശുവിനൊരു മുഖം, ഇറ്റലിയിലെ യേശുവിന് വേറൊരു മുഖം, ജീസസ് ഫിലിമിലെ യേശുവിന് വേറൊരു മുഖം. ചുരുക്കി പറയാം, ഇങ്ങനെ പല മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന. പിന്നെ നമ്മൾ ആലോചിക്കും, ഇത് കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു മുഖത്തെ ഒന്ന് ധ്യാനിച്ചാലേ ചിലർക്ക് ആരാധന വരുമെന്ന് ചിലർ പറയാറുണ്ട്. ശരിയല്ലേ? ഈ കാത്തലിക്സ് വിശ്വാസത്തിലേക്ക് വരുമ്പം അവർ പലപ്പോഴും പറയും, ബ്രദറൊക്കെ എല്ലാം കൊള്ളാം, പക്ഷേ ഇവിടെ അങ്ങ് നോക്കിയിട്ട് ഇവിടെ അങ്ങും ഒരു പടമില്ലല്ലോ, എനിക്കങ്ങോട്ട് ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു പിക്ചർ ഇതാ എനിക്കൊന്ന്. അപ്പോൾ അവർ പിന്നെ പഴയ പോട്ടയിലെ യേശുവിൻ്റെ മുഖം ഇങ്ങനെ എടുക്കും, അല്ലേ? അപ്പോൾ എ ഗോഡ് ഓഫ് അവർ ഓൺ ഇമാജിനേഷൻ, നമ്മുടെ സങ്കല്പത്തിലുള്ള ഭാവനയുള്ളൊരു ദൈവം. ഞാൻ തുറന്നു പറയട്ടെ, വിശ്വാസികളായ നമ്മളും ഇങ്ങനെ നമ്മുടെ ഭാവനയിലും സങ്കല്പത്തിലൊരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളറിയാതെ ആ ദൈവത്തെ ആരാധിക്കുന്ന അല്ല. കം ടു ദ വേർഡ് ഓഫ് ഗോഡ് വേർ ഗോഡ് ഇസ് റിവീൽഡ്. ദൈവവചനത്തിലേക്ക് വന്ന് വെളിപ്പെടുത്തി കിട്ടിയ സത്യം ദൈവമായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. അതിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ ആരാധനയുടെ ആഴം എത്രത്തോളം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്കുണ്ടോ അത്രത്തോളം ഉണ്ടായിരിക്കും. ഞാൻ ദൈവത്തെ അധികം എനിക്ക് വെളിപ്പെടുത്തി കിട്ടും തോറും എൻ്റെ ആരാധനയുടെ ആഴവും വർദ്ധിക്കും. എനിക്ക് ദൈവത്തെപ്പറ്റി ഇത്രേ വെളിപ്പാടുള്ളെങ്കിൽ എൻ്റെ ആരാധന അത്രേ കാണും. ശരിയാണോ? ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. പക്ഷെ ദൈവത്തെ കണ്ട ഉടനെ ദാറ്റ് വാസ് എ റെവലേഷൻ. ശരിയല്ലേ? അല്ലേ? യെശയ്യാവിന് അതൊരു വെളിപ്പാടായിരുന്നു. പക്ഷെ ആ വെളിപ്പാട് കിട്ടിയ ഉടനെ യെശയ്യാവ് എന്ത് ചെയ്തു? ദാ കിടക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ ആരാധനയുടെ ആഴം വർദ്ധിച്ചു. പക്ഷെ ആരാധനയുടെ ആഴം വർദ്ധിക്കാൻ കാര്യം എന്താ? താൻ കണ്ട, തനിക്ക് ലഭിച്ച വെളിപ്പാട്. യോഹന്നാൻ അപ്പോസ്തലന്റെ കാര്യം നമ്മൾ കേട്ടല്ലോ.
പത്മോസിൽ വെച്ച് യേശുവിനെ ശരിക്കൊരു വെളിപ്പാട് കിട്ടിയപ്പം താനും കിടക്കുന്നതാണ്ട്. തൻ്റെ വർഷിപ്പ് എന്തായി? തനിക്ക് ഭൂമിയിൽ വെച്ച് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും പിന്നീട് അപ്പോസ്തല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആരാധനയെക്കാട്ടിലും വലിയ ആരാധന ചെയ്ത്. കാര്യം എന്ത്? താനങ്ങ് വീണുപോയി നെടുമ്പാട്. ഹയർ ഡിഗ്രി ഓഫ് വർഷിപ്പ് വരുന്നത്. കാര്യം എന്താ? ദ റെവലേഷൻ ഓഫ് ഹൂ ജീസസ് ഈസ്. കാറ്റിനെയും കടലിനെയൊക്കെ ശാസിച്ചിട്ട് യേശു പടകിലൊന്നിരുന്നു. ഉടനെ അവിടെ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അവനെ നമസ്കരിച്ചു. നോക്കണം, ഈ 12 പേര് പണ്ട് ഇങ്ങനെ നമസ്കരിച്ചിട്ടൊന്നുമില്ല. അവർ യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഓടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയായിട്ട് ജോളിയായിട്ട് നടക്കുക. പക്ഷേ ഒരു വലിയ അത്ഭുതം കണ്ടപ്പോൾ എന്തു പറ്റി? അവർ വന്ന് നമസ്കരിച്ചു. ഒരിക്കൽ യേശു പറയാം, പടക അല്പം ഒന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് മീൻ പിടിച്ചേ. ഓ ഇല്ലാന്ന്, ഞങ്ങൾ ചെയ്തെന്ന്. പിന്നെ നീ പറഞ്ഞതിനോട് ഒന്നുകൂടെ ചെയ്യാം. പെരുത്ത മീൻകൂട്ടം വന്നപ്പോഴത്തേക്ക് ഒരാൾ താണ്ട വന്ന് എന്ത് ചെയ്തു? കാലേ വീണിട്ട് പറയാ, അയ്യോ. അതിൻ്റെ അർത്ഥം എന്താ? ഹി ഹാഡ് എ റെവലേഷൻ ഓഫ് ഹൂ ഗോഡ് ഈസ്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുന്നുവോ അത്രത്തോളം നമ്മുടെ ആരാധനയുടെ ആഴങ്ങളും വർദ്ധിക്കും. ഇന്ന് വെളിപ്പാട് കിട്ടാതെ ആർക്കോ കിട്ടിയ വെളിപ്പാടിൽ അയാൾ ആരാധിക്കുമ്പോൾ അയാളുടെ കൂടെ ചേർന്ന് നമ്മളും ചാടുക. ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ നിങ്ങൾ ആരാധനയിൽ ലീഡ് ചെയ്യുന്ന ആൾ, അയാൾ ദൈവമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കും. അയാൾ ഇന്ന് രാവിലെ 3 മണിക്കൂർ ദൈവത്തിൽ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് ദൈവത്തെക്കുറിച്ച് 4 കാര്യം പറഞ്ഞിട്ട് ആ ദൈവത്തെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് സ്തുതിക്കാം, പാടാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആ പാട്ട് എഴുതിയ ആൾ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് ലഭിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് എഴുതിയൊരു പാട്ടായിരിക്കാം. അതൊക്കെ ശരിയാ. അപ്പം നോക്കിയേ, ആ ആൾ ആ പാട്ട് അങ്ങോട്ട് ലീഡ് ചെയ്യുമ്പം നിങ്ങളും കൂടെ ചേർന്ന് കൈയടിച്ചങ്ങ് കൂടുക. പക്ഷെ നിങ്ങൾക്ക് ദൈവമായിട്ട് നേരത്തെ ഒരു വെളിപ്പാട് കിട്ടിയിട്ടില്ല. കാര്യം മനസ്സിലായോ? അവിടെ എന്ത് പറ്റും? കുറേ കഴിയുമ്പോൾ നിങ്ങൾ മടുക്കും, കുറേ കഴിയുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കും, കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഇതൊക്കെയാ സത്യം. നിങ്ങളെന്നെ എന്ത് വേണേലും വിളിച്ചോ. ഇനി എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും പക്ഷേ ഒരു കുഴപ്പമില്ല. ഞാൻ പറയാനുള്ള സത്യം പറഞ്ഞു. അവിടെ വേണ്ടത് ആരാധിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തെക്കുറിച്ച് ശരിയായൊരു വെളിപ്പാട് ദൈവവചനത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. ആ വെളിപ്പാടോടെ ഇവിടെ കയറി വരുമ്പം, ഇവിടെ ദേവസ്വം പറയാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പം അവനവന് വെളിപ്പാടുള്ളതുകൊണ്ട് പിന്നെ ആരുടെയും വെളിപ്പാട് വേറെ കടമെടുക്കണ്ട. എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യും? ഒരു മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വന്ന സമയം മുതൽ ഇതുവരെയും നീ നടത്തിയ വഴികൾക്കായിട്ട് സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളിതാ വന്ന് നിൻ്റെ വിലയേറിയ വചനമാണ് ഞങ്ങൾ പഠിച്ചത്. അടിയൻ്റെ വാക്കുകളിൽ ചിലപ്പോൾ കർത്താവെ ഏതെങ്കിലും പരാമർശത്തിലോ ഏതെങ്കിലും കർത്താവെ ഒരു ഉദാഹരണം പറഞ്ഞതിലോ എങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായ എന്തെങ്കിലും അടിയൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കണമേ. ആ തെറ്റി മനസ്സിലാക്കി കൊണ്ടുപോകാൻ ഒരിക്കലും ഇടയാകരുതേ. എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും കർത്താവെ അങ്ങയുടെ വചനത്തെ ഞാൻ പറഞ്ഞത് എൻ്റെ കമ്മ്യൂണിക്കേഷനിലുള്ള തെറ്റ് കാരണം അല്ലെങ്കിൽ എൻ്റെ വീഴ്ച കാരണം തെറ്റായിട്ടൊരു വ്യാഖ്യാനം അവരെടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കരുതേ. അങ്ങനെ അഥവാ അവർക്ക് തെറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവെ നീ അത് തിരുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ ഞങ്ങളെല്ലാം ശിശുക്കളാണ്. ഞങ്ങൾ നിൻ്റെ വചനം പഠിക്കുന്നവരാണ് കർത്താവ്. ഞങ്ങളാരും പൂർണ്ണരല്ല, ഞങ്ങളാരും തികഞ്ഞവരല്ല. ഞങ്ങളെ പൂർണ്ണതയിലേക്കും പക്വതയിലേക്കും അങ്ങ് നടത്തിക്കൊണ്ടു പോകുന്ന പടികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കഴിയുന്ന ഭക്ഷണത്തെയും അനുഗ്രഹിച്ചു തരണമേ അപ്പ. ഉച്ച കഴിഞ്ഞ സെഷനെ നീ അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.